സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഓരോ അടിപൊളി ഗിഫ്റ്റ് കൂടി തരുന്നുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്താ ജനനി, വല്ല ഗോൾഡോ തുണിയോ മറ്റോ ആണോ? രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് ആരെങ്കിലും മണല് കയറ്റി അയക്കോ? എന്റെ ചേച്ചി, ഇതൊന്നും അല്ല. 3 ബുക്സാ. എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയിലെ നൂതന പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പുസ്തകം കാവേരി ചേച്ചിക്ക്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ബുക്ക് നന്ദിത ചേച്ചിക്ക്. എനിക്ക് ഏത് ബുക്സ് ആണെന്ന് ഞാൻ പറയട്ടെ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ കുറിച്ചല്ലേ? അല്ല, ഇത്രയും ഹ്യൂമൻ സെൻസ് ഉള്ള ഒരു പെണ്ണിന് അങ്ങനെ ഡ്രൈ ആയത് വല്ലതും ഞാൻ വാങ്ങിച്ചു തരും. ചേച്ചിക്ക് പറ്റിയത് ചാർലി ചാപ്ലിന്റെ ആത്മകഥ. അത് നന്നായി. മുൻപ് ഞാൻ വായിച്ചിട്ടുള്ളതാ. മഴയത്ത് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ കരയുന്നത് മറ്റുള്ളവരെ കാണില്ലല്ലോ. അങ്ങനെയൊക്കെ കുറെ സത്യങ്ങൾ അതിലുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? മണിയടിക്കാനാ. നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോകണം. ഞങ്ങള് പോകുമ്പോഴല്ലേ കൊണ്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? കോമഡി കോമഡി. ഇപ്പൊ ജനനി പറഞ്ഞില്ലേ ചാർലി ചാപ്ലിന്റെ ആളാ. വേഗം എടുക്ക ചേച്ചി. അതെ, ഓഫീസിലോ? അതെയോ? ശരി ശരി. ഓക്കെ ഓക്കെ. എപ്പോഴും നല്ല തിരക്കല്ലേ? ചേച്ചിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല തിരക്കാ. നേരെ ചൊവ്വ കിടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതെന്താ? ഫോൺ ഫോൺ എപ്പോഴും ഫോൺ വരുവേ. പിന്നെ വാട്സപ്പുള്ള ഫോൺ പോലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഞാൻ കൂടി സഹായിക്കാം. അപ്പൊ കുറച്ച് ആശ്വാസമാവുമല്ലോ. അതെ, വളരെ നല്ല കാര്യമാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോളെ. അല്ല, ഒരു ലഡ്ഡു കൂടി. അയ്യോ വേണ്ട വേണ്ട, എന്തിനാ വെറുതെ. മോള് ചെല്ലേ. ഇതിപ്പോ കൊറേ ലഡ്ഡു പൊട്ടുന്ന ലക്ഷണമാണല്ലോ എന്റെ ചേച്ചിമാരെ. ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ കമ്പനിന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രോ? ഈ മന്ത്രത്തിനൊക്കെ പറ്റിയ മറുമന്ത്രം വിശ്വേട്ടന്റെ കയ്യിലുണ്ട്. ഈ ബാധയെ പുള്ളി പുഷ്പം പോലെ തളയ്ക്കും. അതോർത്ത് നമ്മുടെ തല പുണ്ണാക്കണ്ട. കാവേരി ചേച്ചി എന്താ ഒന്നും മിണ്ടാത്ത? വരട്ടെ, നോക്കാന്നേ. ചേച്ചി എന്താ? 1000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിന്നീന്ന് വന്ന് പേടിപ്പിക്കരുതെന്ന്. പേടിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ചേച്ചി മാത്രല്ലേ, വീട്ടിലുള്ള എല്ലാവരും. എന്താ, എന്തു പറ്റി? നീ ആദ്യം കൂട്ടാതെ കാര്യം പറ. ജനനി ഹരിയുടെ കൂടെ കമ്പനി പോയി. അയ്യോ, അതാ പറഞ്ഞത് പേടിക്കാൻ കിടക്കുന്നേ ഉള്ളൂന്ന്. അമ്മയും വിശ്വേട്ടനും അറിഞ്ഞ എന്തിനാ പറഞ്ഞയച്ചെന്ന് ചോദിച്ച് നമ്മുടെ തല അടിച്ചു പറിക്കും. എന്നിട്ട് കാവേരി ചേച്ചി അറിഞ്ഞോ? ഞാനും ചേച്ചിയും കൂടെ നിൽക്കുമ്പോഴല്ലേ അവള് പോയത്. അപ്പോ ചേച്ചി ഒന്നും പറഞ്ഞില്ലേ? അതിനവള് സാവകാശം തന്നിട്ട് വേണ്ടേ? ഞങ്ങള് വാ തുറന്ന് വല്ലതും പറയുന്നതിന് മുൻപ് വണ്ടി ചാടിക്കറി പോയി കഴിഞ്ഞില്ലേ. ഇനി എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? ചേച്ചി ചെന്ന് നയത്തിൽ അമ്മയോട് സംഗതി ഒന്ന് അവതരിപ്പിക്കണം. ആര്? ഞാനോ? അത് നമ്മുടെ അമ്മായിയമ്മയോട്. ബെസ്റ്റ്. നിനക്ക് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേടി? പോയി വേറെ വല്ല പണിയും നോക്ക്. അപ്പോ വധശിക്ഷ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചേറ്റ് വാങ്ങാം. എന്താ? അല്ല,
അല്ല, അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതിന് നമ്മൾ എന്ത് പഴിച്ചു? ഇതൊക്കെ മാണിക്യമംഗലത്തെ കോടതിയിൽ പറഞ്ഞ വില പോവോ എന്റെ ചേച്ചി? അല്ല, അവള് കാറി കയറാൻ ചെന്നപ്പോ ഹരിയൊന്നും പറഞ്ഞില്ലേ? ഓ, അവനിപ്പോ പഴയ ഹരിയൊന്നും അല്ല. അച്ചിക്കോന്തനായി മാറിയിട്ടുണ്ടോന്നൊരു സംശയം. എന്നാ അവൻ തന്നെ അനുഭവിച്ചോളൂ. അതെ, ഖടാഖടിയന്മാരായ 3 ചേട്ടന്മാർക്കൊന്നും ഉപ്പ് നോക്കാൻ പോലും ഇല്ല അവൻ. എന്താ ഹരി, ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. എന്നാലും ജനനി എന്റെ കൂടെ വരണ്ടായിരുന്നു. അതെന്താ? ഞാൻ വന്നത് ഹരിക്ക് ഇഷ്ടായില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്താ ഈ പറഞ്ഞതിലൊരു ഉറപ്പില്ലായ്മ? മനസ്സിൽ എന്താണെങ്കിലും തുറന്നു പറയ് ഹരി. എന്റെ മനസ്സിലൊന്നുമില്ല ജനനി. ഒന്നുമില്ലേ? ഒന്നുണ്ട്. എന്ത്? നീ മാത്രം. അപ്പോ ചെക്കന് റൊമാൻസ് ഒക്കെ അറിയാല്ലേ? പിന്നെന്തി എന്താ എന്നെ പറ്റി വിചാരിച്ചേ? എന്നാലും സ്ക്വയർ ഫീറ്റിന് 2000 രൂപ എന്നൊക്കെ പറഞ്ഞാ അത് വല്ലാത്ത കടുപ്പമാ ശിവശങ്കര. എല്ലാത്തിനും ഒരു നാട്ടു നടപ്പൊക്കെ ഇല്ലേ? നാട്ടുടപ്പ് ഇതിലും കൂടുതലാ മുതലാളി. ഇത് മാണിക്യമംഗലത്തെ വർക്കായത് കൊണ്ട് മാത്രമാണ് ഈ തുകയ്ക്ക് ഞാൻ സമ്മതിച്ചത്. കാര്യമൊക്കെ കൊള്ളാം. കട്ടയിലും ചാത്തിലും കള്ളത്തരം കാണിച്ച് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇറക്കല്ലേ ശിവശങ്കര. എല്ലാം ക്ലീൻ ആയിരിക്കണം. അറിയാലോ അജിയുടെ സ്വഭാവം. എന്നെ പോലെ വർത്താനൊന്നുമില്ല. വെട്ടൊന്ന് മുറി 2, അതാ അവന്റെ ശീലം. എനിക്കറിയാൻ മുതലാളി. ഹരി, വണ്ടി നിർത്ത്. എന്താ? നിർത്ത്. എന്താ ജനനി? ദേ നോക്ക്, വിഷേട്ടൻ നിൽക്കുന്നു. അയ്യോ, എന്താ ഹരി? ഒന്നുമില്ല. വാ, നമുക്ക് ഏട്ടനൊന്ന് കണ്ടിട്ട് പോവാം. അതൊന്നും ശരിയാവില്ല. അതെന്ത് മര്യാദ ഹരി? ഏട്ടനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് നമ്മൾ മിണ്ടാതെ പോയാ കഷ്ടല്ലേ? എന്ത് കഷ്ടം? പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒറ്റ മിനിറ്റിന്റെ കാര്യമല്ലുള്ളൂ. വാ ഹരി. ജനനി, ജനനി, ഞാൻ പറയുന്നത് കേക്ക്. ശിവശങ്കര, എനിക്ക് വിശ്വസിക്കല്ലേ? 100% വിശ്വസിക്കാം. വിശ്വനാഥ മുതലാളിയുടെ പണിയിൽ ആരെങ്കിലും മായം ചേർക്കോ? അറിഞ്ഞുകൊണ്ട് ആരും മരണം വിലക്ക് വാങ്ങില്ലല്ലോ മുതലാളി. അതൊക്കെ ശരിയാ. വിശ്വേട്ടാ, പക്ഷെ പറഞ്ഞ കാര്യം. നിങ്ങളെന്താ ഇവിടെ? വാ. ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന വഴിയായിട്ടാ. അപ്പഴാ ഏട്ടൻ ഇവിടെ നിൽക്കുന്ന കണ്ടത്. അതേതായാലും നന്നായി. എന്നാ ഞങ്ങള് പോട്ടെ ഏട്ടാ. എന്താടാ നിനക്കാകെ ഒരു വെപ്രാളം? കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതല് ഞാനും ശ്രദ്ധിക്കുക. ഹരിയുടെ മനസ്സ് ഇവിടെ എങ്ങും അല്ല. ഇപ്പൊ ഏട്ടനെ കണ്ടപ്പോ വണ്ടി നിർത്താന്ന് ഞാൻ പറഞ്ഞപ്പോ ഹരി പറയാ വേണ്ട, പെട്ടെന്ന് തന്നെ ഓഫീസിൽ ചെല്ലണം. അവിടെ ഒത്തിരി പണിയുണ്ടവന്. വേഗം ചെല്ല്. ശരി ഏട്ടാ, വൈകുന്നേരം കാണാം. ശരി.
ആദ്യമായിട്ടാ മുതലാളി മാണിക്യമംഗലത്തെ ഒരു പെണ്ണിന്റെ ശബ്ദം പുറത്തു കേൾക്കുന്നത്. പട്ടണത്തിലേക്ക് ജനിച്ചു വളർന്നത് കൊച്ചല്ലേ, അതിന്റെയൊക്കെ ഓളമായിരിക്കും അല്ലേ. എന്തായാലും ആള് പിടിക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മുതലാളി. ചിങ്ങത്തിന് മുമ്പ് ഞാൻ പണിയേർക്കും. കേറി മജിസ്ട്രേറ്റ് ആവുന്നു. കാലം പോയൊരു പോക്കേ. ഒരു ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അവള് തലേ കയറി ഇരുന്നങ്ങ് നിരങ്ങുക. ഞാൻ പറഞ്ഞതാ, ഇവിടെ ആര് കേക്കാനാ? ആ, അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. അവൾ ആരോട് ചോദിച്ചിട്ടാ അവന്റെ കൂടെ കമ്പനി പോയത്? എടി, നീയൊക്കെ അപ്പൊ എന്തോ നോക്കി നിൽക്കായിരുന്നു? പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ ഇവിടുത്തെ രീതികളൊക്കെ? ഞങ്ങള് പറയും മുമ്പ് ജനനി പോയി അമ്മേ. വേണ്ടി പോരുത് ഒറ്റൊരുത്തി. എനിക്കറിയാവിടി നീയൊക്കെ അവിടെ സെറ്റാ. പറഞ്ഞു വിട്ടിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കരായിട്ട്. എല്ലാരും ചേർത്ത് അമ്മ എന്തിനാ വഴക്ക് പറയുന്നത്? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇവിടത്തെ മൂത്ത മരുമകളാ. കാവേരി, നീ അവളോട് പറഞ്ഞില്ലേ പോവാൻ പാടില്ലെന്ന്? അല്ല, നീയാണല്ലോ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ റെക്കമെൻഡേഷനിൽ ഹരിക്ക് കാർ ഷോറൂമിലേക്ക് പ്രൊമോഷൻ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ പിന്നെ ഇക്കാര്യത്തിലും നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണ്ടേ? എന്താടി, എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? അവക്കെല്ലാം അറിയാന്നേ. അവക്ക് മാത്രമല്ല, ഈ ത്രിപുര സുന്ദരമാർക്കെല്ലാം. പിന്നെ നമ്മളെ പൊട്ടന്മാരാക്കാൻ അഭിനയിച്ചങ്ങ് തകർക്കുകയല്ലേ. അയ്യോ അമ്മേ, സത്യമായിട്ട് ഞങ്ങള് നന്ദിത ഇതിനകത്ത് ഇടപെടണ്ട. ഞാൻ ചോദിച്ചത് നിന്നോടാ. നീ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നെ കൊച്ചാക്കാൻ? സത്യമായിട്ടും കാവേരി ചേച്ചിക്ക് ഒന്നും അറിയില്ല ഏട്ടാ. നിന്നോട് ആരാ മോളെ വക്കാലത്ത് ചോദിച്ചത്? പോ പറയടി, നീ പറ. നീ കരുതി കുട്ടി അവൾ അവന്റെ കൂടെ പോയപ്പോ മിണ്ടായിരുന്നല്ലേ? ഈ മൗനുണ്ടല്ലോ, ഇത് നല്ല കള്ളികളുടെ ലക്ഷണ. ഞാൻ പറഞ്ഞത് സത്യം, എനിക്കൊന്നും അറിയില്ല. അപ്പൊ നീ ഇതുവരെ എന്നോടൊന്നും മറച്ചിട്ടില്ല. നിനക്കെന്താ അവിടെ കാര്യം? നീ എങ്ങോട്ടാ ഈ തള്ളിക്കറി പോന്നെ? മുതലാളി, ഇത് ഞാനാ, റാണിയുടെ ഭർത്താവാ. റാണിയുടെ ഭർത്താവെന്ന് വെച്ചാ ആരടാ? രാജാവോ? മുതലാളി എന്താ ഒരുമാതിരി ആളെ കളിയാക്കുന്നു? വേണ്ട വേണ്ട, എന്താടാ വീട്ടിൽ കയറി വന്ന് കള്ളം കുടിച്ചിട്ട് ഒന്നും ചെയ്യല്ലേ. ഇവളിവിടുത്തെ ജോലിക്കാരി റാണിയുടെ ഭർത്താവാ. നമ്മുടെ കയറ് കമ്പനി വർക്ക് ചെയ്യുന്നേ. അതെ, അതിന് തോന്നുന്ന പോലെ ഇവിടെ വന്ന് കയറാൻ ഇവനാരാ? ഇവിടുത്തെ രാജാവോ? അതെ, ഞാൻ രാജാവല്ല, രാജൻ. ലക്ഷം വീട് രാജൻ, ശിവരാജൻ. ആരായാലെന്താ ഇങ്ങനെയാണോടാ ഒരു വീട്ടിൽ കയറി വരുന്നത്? വന്നതല്ല, എന്നെ വരുത്തിച്ചതല്ല. ആര്? അവള് എന്റെ ഭാര്യ റാണി എന്ന പുണ്യവതി. എവിടെ അവള്? അവളെ വിളിക്ക്. റാണി, എന്താ കൊച്ചമ്മ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഒന്ന് നീറ്റായിട്ട് നേരിട്ടൊന്ന് കാണാൻ. നീ എന്ന് മുതലാണ് ഇത്രയും വലിയ കാശുകാരിയായത്? നീ എന്ന് എവിടെ 20,000 രൂപയുടെ സ്വർണം പണയം വെച്ചത്? നിങ്ങൾ
ചുമ്മാ അതും ഇതും പറയാതെ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ. വിടടി. ഇന്നത്തോടെ നിന്റെ കള്ളത്തരം ഞാൻ പൊളിക്കും. ബാക്കിയുള്ളവന്മാർ കള്ളു കുടിക്കാൻ മാന്യമായിട്ട് 500 രൂപ ചോദിച്ച അവളെ കയ്യിലില്ല. അവൾക്കിന്ന് പണയം വെക്കാൻ സ്വർണ്ണമുണ്ട്. പറയടി, നിന്റെ ഏതും മറ്റവനാടി ഇതൊക്കെ വാങ്ങിച്ചു തന്നത്? അതോ നീ വല്ലയിടത്തും പോയി മോഷ്ടിച്ചോ? കള്ളു കുടിച്ച് വയറ്റി കിടക്കണം. ചുമ്മാ ഇല്ല വചനം പറയാതെ ഒന്ന് വന്നേ, ഞാൻ പറയട്ടെ. വാ. ക്ഷമിക്കണം മുതലാളി, വെള്ളം അടിച്ച ഇയാൾ ഇങ്ങനാ. മുതലാളി ക്ഷമിക്കണം. ഇവളിങ്ങനെയാ. നാവെടുത്ത കള്ളമേ പറയൂ. പറയടേ, സത്യം പറയടേ, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും സ്വർണം? സ്വർണ്ണോ? ഏത് സ്വർണം? ദേ നോക്ക് മുതലാളി, ഇവൾ പണയം വെച്ചതിന്റെ രസീത. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ? കണ്ടോ ഇപ്പൊ അവളുടെ കള്ളക്കളി വെളിച്ചത്തായത് കണ്ടോ? ദൈവം എന്റെ കൂടെ അടി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞല്ലേ ഇവള് കള്ളിയാ. ഏതാണ്ട് മോഷ്ടിച്ചോണ്ട് ഇവിടുന്ന് പോയിന്ന് ഇപ്പൊ വിശ്വാസമായില്ലേ? നേര് പറ റാണി, നീ മോഷ്ടിച്ചത് ഈ വീട്ടിലെ സ്വർണം തന്നെയല്ലേ? ദേ, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇവൾക്ക് ഇവിടുന്ന് ഇത്രയും സ്വർണം കിട്ടിയെന്ന് ചോദിക്കും മുതലാളി. റാണി, നീ സത്യം പറ, നീ മോഷ്ടിച്ചോ? ഇവൾ അങ്ങനെ ഒന്നും സത്യം പറയില്ല. പോലീസിനെ വിളിക്ക് വല്യേട്ടാ. നേര് പറഞ്ഞോടി, ഇല്ലെങ്കിൽ പോലീസുകാർക്ക് പണിയാവും. നീ ലക്ഷം വീട് ശിവരാജന്റെ വിലകളല്ലേ? ഞാൻ നിങ്ങളുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഇവിടുത്തെ മരുമക്കൾ വന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ സ്വർണം പണയപ്പെടുത്തി ഞാൻ കാവേരി ചേച്ചിയുടെ അച്ഛന്റെ കയ്യിൽ കാശ് കൊണ്ടു കൊടുത്തത്. ഈശ്വരാ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഇങ്ങനെ പോയാൽ ഈ വീടിന്റെ ഉത്തരവും കഴുക്കോലും വരെ ഇവളുമാരും ഒരു വിൽക്കുമല്ലോ. അതെ റാണി, അവനെ വിളിച്ചോണ്ട് നീ പോ. ഇങ്ങോട്ട് വാ മനുഷ്യ. എല്ലാം തൊളിച്ചപ്പോ സമാധാനായാലോ നിങ്ങക്ക്? എന്റെ ജീവിതം നശിപ്പിച്ചു. ഇപ്പൊ അന്നെ തന്ന വീട് നശിപ്പിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ കൊല്ലും. കാലമട അങ്ങോട്ട്. ഇവിടുത്തെ സ്വർണ്ണ കിട്ടിയോളൂടി നിന്റെ അച്ഛന് തിന്നാൻ കൊടുക്കാൻ പറയണി. എടി, ഗതിയില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവും പറയണി അയാളോട്. വിശ്വട്ടോ കൊന്നോളെ നിന്നെ. എന്താണ് നീ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെടുത്ത് പറയുന്ന കേൾക്കും.
ഇതെന്താ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ? ഇവിടെ ഞങ്ങൾ ചുമ്മാ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ്. ചേച്ചിയുടെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല, ഒരു തലവേദന. എന്നിട്ട് ടാബ്ലറ്റ് ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. നിങ്ങളുടെ ചുറ്റിക്കറക്കൊക്കെ അങ്ങനെ ഗംഭീരമായിരുന്നോ? അതെ ഏട്ടാ. എന്നെ വഴി വെച്ച് കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ആ അതെ അതെ, സർപ്രൈസ് ആയിരുന്നു. നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. അപ്പൊ നാളെ അല്ലേ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോന്നെ? നാളെ തന്നെ പോണം ഏട്ടാ. പോണം. അവിടെ എല്ലാരും കാത്തിരിക്കല്ലേ? കാറെടുത്ത് പോയിക്കോ. അതാവുമ്പോ വഴിയിലൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാലോ. താങ്ക് യു ഏട്ടാ. ശരി, യാത്രയിൽ ക്ഷീണിച്ചു വന്നതല്ലേ, പോയി വിശ്രമിക്കേ. അയ്യോ, ഒരു നാണമില്ലാതെ പുറകെ പോകുന്ന പോക്ക് കണ്ടില്ലേ? വിശ്വ, നീ കളിക്കുന്ന തീക്കളിയാണേ. അമ്മേ, കളിക്കുമ്പോ തീ കൊണ്ട് തന്നെ കളിക്കണം, അല്ലെങ്കിൽ പിന്നെ കളിക്കൊരു സുഖം കിട്ടില്ല. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചാട്ടിയോളം. അത് ഈ ലോകത്തിന്റെ നീതിയാമേ. വാടാ. ചേച്ചി, സോറി ചേച്ചി, റിയലി സോറി. എന്തിന് ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ചേച്ചി ഇതിനെ കൂട്ടുന്നത്? കരയണ്ട, സാരമില്ല. എനിക്കിപ്പോ ഇതൊക്കെ നല്ല ശീലം.